ഇപ്പോൾ കാണിക്കുന്നത് ഭൂമിയിൽ നിന്നും കോടിക്കണക്കിന് അകലെ ഗലാക്റ്റിക് കോറിന് അടുത്ത് എവിടെയോ നിൽക്കുന്ന താനോസിനെയാണ്. ഇപ്പോൾ താനോസിൻ്റെ കയ്യിൽ 6 ഇൻഫിനിറ്റി സ്റ്റോൺസ് അടങ്ങിയ ഇൻഫിനിറ്റി ഗൗണ്ട്ലെറ്റുമുണ്ട്. ഇപ്പോൾ ആ ഇൻഫിനിറ്റി ഗൗണ്ട്ലെറ്റ് കൈവശമുള്ള താനോസ് ഈ യൂണിവേഴ്സ് തെറ്റായ രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്നും ഈ യൂണിവേഴ്സിനെ ഞാൻ മാറ്റിമറിക്കുമെന്നും ഇനി മുതൽ ഈ യൂണിവേഴ്സിലെ എല്ലാവരും ജീവിക്കുന്നതും മരിക്കുന്നതുമല്ല ഇനി എനിക്ക് വേണ്ടിയായിരിക്കുമെന്നും എന്നെ എതിർക്കുവാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരുടെ വിധി ഞാൻ തീരുമാനിക്കുമെന്നും ഒക്കെ അവിടെ നിന്നുകൊണ്ട് താനോസ് പറയുകയാണ്. അങ്ങനെ പിന്നീട് ഇതേ സമയം നമ്മുടെ ഭൂമിയിലുള്ള അവെഞ്ചേഴ്സിനെയാണ് ഇനി കാണിക്കുന്നത്. ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയും ഹോക്കായും വാൻഡയും പിന്നെ നമ്മുടെ തോറും വിഷനും സിറ്റിയിൽ പ്രശ്നമുണ്ടാക്കുന്ന സൂപ്പർ ഹീറോസിൻ്റെ പവർ കോപ്പി ചെയ്ത് ഫൈറ്റ് ചെയ്യുവാൻ സാധിക്കുന്ന അഡാപ്റ്റോയിഡ് എന്ന റോബോട്ടിനോട് ഫൈറ്റ് ചെയ്യുകയാണ്. ആ ഫൈറ്റിൻ്റെ ഇടയിലേക്ക് നമ്മുടെ സ്പൈഡർമാനും ക്യാപ്റ്റൻ അമേരിക്കയും ബാക്കിയുള്ളതിനെ സഹായിക്കാനായി അവിടേക്ക് വരുന്നുമുണ്ട്. പക്ഷേ നമ്മുടെ ഹോക്കായി നിൻ്റെ സഹായം ഞങ്ങൾക്കിപ്പോൾ ആവശ്യമില്ല എന്നും മര്യാദയ്ക്ക് ഇവിടുന്ന് തിരിച്ചു പോയിക്കോളാൻ സ്പൈഡർമാനോട് പറഞ്ഞ് സ്പൈഡർമാനെ ഓടിച്ചു വിടാൻ നോക്കുന്നുണ്ടെങ്കിലും സ്പൈഡർമാൻ അവിടുന്ന് പോകുന്നില്ല. നമ്മുടെ സ്പൈഡർമാൻ ആണെങ്കിൽ അഡാപ്റ്റോയിഡ് എന്ന റോബോട്ടിനോട് ഫൈറ്റ് ചെയ്യുവാൻ വേണ്ടി പോയതും അപ്പോൾ തന്നെ ഹോക്കായുടെ ആവശ്യപ്രകാരം സ്കാർലറ്റ് വിച്ച് തൻ്റെ പവർ ഉപയോഗിച്ച് സ്പൈഡർമാനെ തടഞ്ഞു നിർത്തുന്നു. പക്ഷെ പെട്ടെന്ന് നമ്മുടെ സ്കാർലറ്റ് വിച്ചിന് എന്തോ ഒരു അപകടം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതായി ഒരു തോന്നലുണ്ടായതും അപ്പോൾ തന്നെ ആ തോന്നലിൻ്റെ കാര്യം സ്കാർലറ്റ് വിച്ച് മറ്റുള്ളവരോട് പറയുന്നുണ്ടെങ്കിലും അവരാരും അത് വലിയ കാര്യമായി എടുക്കുന്നില്ല. പക്ഷെ പെട്ടെന്ന് സ്പൈഡർമാനും മറ്റേ റോബോട്ടും ഒഴിച്ച് ബാക്കിയുള്ള സൂപ്പർ ഹീറോസ് എല്ലാം അവിടുന്ന് മാഞ്ഞു പോവുകയാണ്. ഇപ്പോൾ സൂപ്പർ ഹീറോസ് എല്ലാം പെട്ടെന്ന് അപ്രത്യക്ഷമായത് കണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ആകെ ഞെട്ടി നിൽക്കുന്ന സ്പൈഡർമാനെ ഇപ്പോൾ മറ്റേ റോബോട്ട് പുറകിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയതും അപ്പോൾ തന്നെ ഫായത്തിന് നമ്മുടെ വോൾവറിൻ വന്ന് ആ റോബോട്ടിനെ നശിപ്പിച്ച് കളഞ്ഞ് സ്പൈഡർമാനെ രക്ഷിക്കുകയാണ്. അവെഞ്ചേഴ്സ് ഈ റോബോട്ടുമായി സിറ്റിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്ന കാര്യം അറിഞ്ഞ് അവെഞ്ചേഴ്സിനെ സഹായിക്കുവാനാണ് വോൾവറിൻ അങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ അവെഞ്ചേഴ്സിന് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് നിനക്കറിയാമോ എന്ന് വോൾവറിനോട് ചോദിച്ചതും തനിക്ക് അതൊന്നും അറിയില്ല എന്നും പക്ഷെ അവിടെ റോട്ടിൽ വലിയ പ്രശ്നങ്ങൾ എന്തോ നടക്കുന്നതായി തനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് സ്പൈഡർമാനോട് പറഞ്ഞ് വോൾവറിൻ സ്പൈഡർമാനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇപ്പോൾ ആ റോട്ടിൻ്റെ അങ്ങോട്ടേക്ക് സ്പൈഡർമാനും വോൾവറിനും ചെന്നതും എന്തോ കണ്ട് അവർ രണ്ടുപേരും ഞെട്ടിപ്പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ റോട്ടിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളുകളിൽ കുറേ പേരെ അവെഞ്ചേഴ്സിനെ പോലെ മാഞ്ഞു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ച് കുറേ അപകടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവരെയെല്ലാം സഹായിക്കുവാനായി സ്പൈഡർമാനും വോൾവറിനും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇപ്പോൾ അവെഞ്ചേഴ്സും പിന്നെ കാർ ഓടിച്ചുകൊണ്ടിരുന്ന ആളുകളും മാഞ്ഞു പോയതുപോലെ ലോകത്തുള്ള ജനങ്ങളിൽ പകുതിയോളം ജനങ്ങളും ഇതുപോലെ മാഞ്ഞു പോയിരിക്കുകയാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ താനോസിൻ്റെ കളിയാണ്. പുള്ളിക്കാരൻ മറ്റേ ഇൻഫിനിറ്റി ഗൗണ്ട്ലെറ്റ് ഉപയോഗിച്ച് യൂണിവേഴ്സിലുള്ള എല്ലാത്തിനെയും ഹാഫ് പോപ്പുലേഷനാക്കി മാറ്റി. പക്ഷേ ഇതിൻ്റെ പിന്നിൽ താനോസ് ആണെന്നൊന്നും മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ല. അങ്ങനെ പിന്നീട് കുറച്ച് നേരത്തിന് ശേഷം ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ബാക്സ്റ്റർ ബിൽഡിംഗ് എന്ന കെട്ടിടത്തിൽ മാഞ്ഞു പോകാതെ ഇപ്പോഴും ഭൂമിയിലുള്ള സൂപ്പർ ഹീറോസിനെ എല്ലാം ഫാന്റാസ്റ്റിക് ഫോർ ടീമിൽ ഇപ്പോഴും അവശേഷിക്കുന്ന അംഗങ്ങളായ സൂസൻ അഥവാ ഇൻവിസിബിൾ വുമണും പിന്നെ ദ തിങ്ങും വിളിച്ചു വരുത്തി ഒരു മീറ്റിംഗ് നടത്തുകയാണ്. ആ മീറ്റിങ്ങിൽ ഇൻവിസിബിൾ വുമൺ ഇപ്പോൾ ലോകത്തുള്ള പകുതിയോളം ആളുകൾ മാഞ്ഞു പോയതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം തനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല എന്നും പക്ഷെ ചില കാര്യങ്ങൾ താൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് അവരോട് പറയുകയാണ്. തൻ്റെ ഈ ബിൽഡിങ്ങിൽ കോസ്മിക് ആയിട്ടുള്ള എല്ലാത്തിനെയും നിരീക്ഷിക്കുന്ന ഡിവൈസുകൾ ഉണ്ടെന്നും ആ ഡിവൈസ് കഴിഞ്ഞ ദിവസം ഒരു വലിയ സൂപ്പർ ലൂമിനൽ വേവ് അഥവാ തരംഗം ഭൂമിയിലൂടെ കടന്നുപോയതായി കണ്ടെത്തിയെന്നും അപ്പോഴാണ് ആളുകളെല്ലാം മാഞ്ഞു പോയതെന്നും ഈ തരംഗം അഥവാ വേവ് വന്നിരിക്കുന്നത് ഭൂമിയിൽ നിന്നും കോടിക്കണക്കിന് അകലെ ഗലാക്റ്റിക് കോറിന് അടുത്ത് നിന്നാണെന്നും അതുകൊണ്ട് നമ്മളിൽ കുറച്ച് പേര് അവിടെ പോയി എങ്ങനെയാണ് ഈ തരംഗം അഥവാ വേവ് വന്നതെന്ന് കണ്ടെത്തി അത് ശരിയാക്കി എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരണമെന്നും അതിനായിട്ട് അങ്ങോട്ടേക്ക് പോകാനായി ഒരു ടീമിനെ താൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ആ ടീമിലെ ആളുകൾ നമ്മുടെ മിസ് മാർവൽ, സ്പൈഡർമാൻ, ഹൾക്ക് പിന്നെ വോൾവറിനുമാണെന്ന് ഇൻവിസിബിൾ വുമൺ മറ്റുള്ളവരോട് പറയുകയാണ്. പക്ഷെ പെട്ടെന്ന് ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി നമ്മുടെ സൂപ്പർ വില്ലനായ ഡോക്ടർ ഡൂം വരികയാണ്. അപ്പോൾ തന്നെ ഡോക്ടർ ഡൂമിനെ സൂപ്പർ ഹീറോസ് എല്ലാം അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ആ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വളരെ ബുദ്ധിപൂർവ്വം ഡോക്ടർ ഡൂം അവരെയെല്ലാം അടിച്ചു വീഴ്ത്തുകയാണ്. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരോട് ഞാനിവിടെ വന്നിരിക്കുന്നത് പ്രശ്നമുണ്ടാക്കാനല്ല എന്നും നിങ്ങളെ സഹായിക്കാനാണെന്നും നിങ്ങളിൽ കുറച്ച് പേരെ എന്തായാലും ലോകത്തിൽ നിന്നും മാഞ്ഞു പോയ പകുതിയോളം ആളുകളെ തിരിച്ചു കൊണ്ടുവരാനായി സ്പേസിലേക്ക് പോവുകയാണെന്ന് തനിക്കറിയാമെന്നും താനും നിങ്ങളെ സഹായിക്കുവാനായി കൂടെ വരാമെന്നും താനിപ്പോൾ നിങ്ങളെ സഹായിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പകുതി ആളുകളുള്ള ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കുന്നതിനോട് തനിക്ക് വലിയ താല്പര്യമില്ല എന്നും പക്ഷെ തന്നെ കൂടെ കൂട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ താൻ ഈ ഭൂമിയെ കീഴടക്കുമെന്നും തന്നെ തോൽപ്പിക്കാൻ നിങ്ങളുടെ അടുത്ത ആവശ്യത്തിന് ആളുകൾ ആരും ഇല്ല എന്നും അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ തീരുമാനമെന്ന് ഡോക്ടർ ഡൂം സൂപ്പർ ഹീറോസിനോട് ചോദിച്ചതും നിന്നെ ഞങ്ങൾ ആ ടീമിൻ്റെ കൂടെ പോകുവാൻ സമ്മതിക്കില്ല എന്ന് ദ തിങ് ഡൂമിനോട് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഇൻവിസിബിൾ വുമൺ ഡോക്ടർ ഡൂം പറഞ്ഞത് നമ്മളിപ്പോൾ തൽക്കാലം അനുസരിക്കണമെന്നും അവനും അവരുടെ കൂടെ സ്പേസിലേക്ക് പോകട്ടെ എന്നും തിങ്ങിനോട് പറഞ്ഞതും തിങ് അതിനോട് യോജിക്കുന്നില്ല.
പക്ഷേ മിസ് മാർവൽ ഞങ്ങൾ ഡൂമിനെ നോക്കിക്കൊള്ളാമെന്നും ഡൂം ഇവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് അവൻ ഞങ്ങളുടെ കൂടെ വരുന്നതാണെന്ന് തിങ്ങിനോട് പറയുകയാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ വില്ലനായ ഡോക്ടർ ഡൂമിനെയും ഇപ്പോൾ സൂപ്പർ ഹീറോസിൻ്റെ കൂടെ സ്പേസിലേക്ക് അയക്കുവാൻ മറ്റുള്ളവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വോൾവറിനാണെങ്കിൽ സ്പേസിൽ നിന്നും അങ്ങ് ദൂരെയുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ എങ്ങനെയാണ് അതിവേഗം പോകുന്നതെന്ന് ഇൻവിസിബിൾ വുമണിനോട് ചോദിച്ചതും അപ്പോൾ തന്നെ ഇൻവിസിബിൾ വുമൺ ഏസ് എന്ന ഒരാളെ അവരുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇവൻ്റെ പേര് ഏസ് എന്നാണെന്നും ഇവൻ സ്പേസിൽ ട്രക്ക് ഓടിക്കുന്ന ഒരാളാണെന്നും ഏസ് അതിവേഗം അവൻ്റെ സ്റ്റാർ റിഗ് എന്ന ട്രക്കിൽ നിങ്ങളെ കയറ്റി ആ തരംഗമുണ്ടായ സ്ഥലത്ത് നിങ്ങളെ എത്തിക്കുമെന്ന് ഇൻവിസിബിൾ വുമൺ വോൾവറിനോടും പിന്നെ സ്പേസിലേക്ക് പോകുന്ന ബാക്കിയുള്ളവരോടും പറയുകയാണ്.